ഹലോ, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ന്യൂസ് പേപ്പർ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു 4-5 ദിവസത്തെ ബ്രേക്ക് ക്ലാസ്സിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഔട്ട് സ്റ്റേഷൻ ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, എനിക്ക് പ്രോപ്പറായിട്ട് നല്ല ഹെൽത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ വേറൊരു കാര്യം, ന്യൂസ് പേപ്പറുകളിലൊന്നും വലുതായിട്ട് ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനും ഇല്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ന്യൂസിനപ്പുറം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇംഗ്ലീഷ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ നമ്മൾ നോക്കുന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിയുന്നത് വരെ വളരെ വളരെ കുറവാണ്. പക്ഷെ ചില വലിയ ഇന്റർനാഷണൽ ന്യൂസുകൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ന്യൂസാണ് ഫ്രണ്ട് പേജിലെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ ഈയിടയ്ക്ക് ഇറാന്റെ എംബസി, നമ്മളുടെ സിറിയയിലെ ഡമാസ്കസിലുള്ള എംബസി അറ്റാക്ക് ചെയ്തതും അതിൽ കുറച്ച് ആൾക്കാർ മരിച്ചതും അവരുടെ ഒരു കമാൻഡർ തന്നെ മരിച്ചു പോയതൊക്കെ നമ്മൾ അറിഞ്ഞു. ഇതിനു മുമ്പായിട്ട് ഒരിക്കൽ ഇറാന്റെ ആർമി ചീഫിനെ തന്നെ ഇസ്രായേലിൽ ഒരു ലേസർ കൺട്രോൾഡ് ഗൺ ഉപയോഗിച്ച് കില്ല് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 to 4 years ബാക്ക് ആണ്. ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ഇറാന്റെ മിലിറ്ററി ലീഡറിന്. അന്നൊക്കെ ഇറാൻ വലിയ റിസ്ട്രെയിന്റ് കാണിച്ചു. അത് തിരിച്ച് കൗണ്ടർ അറ്റാക്കിനൊന്നും പോയില്ല. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു യുദ്ധമൊക്കെ ഒഴിവായതാണ്. ഇപ്പോ അവര് കൗണ്ടർ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ആളപായമൊന്നും സംഭവിച്ചില്ല. പക്ഷെ സ്റ്റിൽ ഈ ഇസ്രായേലിന്റെ ടെറിട്ടറിയിലേക്കാണ് അറ്റാക്ക് നടന്നത്. അപ്പം തിരിച്ചടിക്കും എന്നൊക്കെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ സംഭവിച്ചാൽ അത് വലിയൊരു പ്രോബ്ലത്തിന് കാരണമാവും. അത് ഈ ഗാസയിൽ ഹമാസുമായിട്ട് ഇസ്രായേൽ വാർ നടത്തുന്ന പോലെ ആവത്തില്ല. ഇറാനുമായിട്ടൊക്കെ യുദ്ധം ചെയ്യും. ഇറാന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ തന്നെ ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച് ഒക്കെ മിസൈൽസ് ഉണ്ട്. അവർക്ക് ആണവായുധങ്ങളും ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ആണവ ശക്തികൾ, ഇസ്രായേലിന് എന്തായാലും ആണവായുധങ്ങളുണ്ട്, രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധമായിട്ട് മാറും. അത് മാത്രമല്ല, വെസ്റ്റ് ഏഷ്യയിൽ അങ്ങനെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വാറായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് നമ്മളെയൊക്കെ ഇന്ത്യയൊക്കെ നന്നായിട്ട് ബാധിക്കും. നമ്മളുടെ ഒത്തിരി ആൾക്കാർ വെസ്റ്റ് ഏഷ്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1 crore ആൾക്കാർ, ഇന്ത്യക്കാർ ഗൾഫിലും മറ്റ് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ ഓയിൽ സപ്ലൈ മൊത്തമല്ല, വലിയൊരു പങ്കും വരുന്നത് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നാണ്, ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ടും. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും അങ്ങനെ ഒരു വാർ ഉണ്ടായാൽ. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞോണ്ട് വരാൻ ഇത്രയൊക്കെ പറയാൻ കാര്യം, ഇതിനു മുമ്പായിട്ട് ഇറാൻ ഒരു കാര്യം കൂടി ചെയ്തു. ഇസ്രായേലി ബൗണ്ട് ആയിട്ടുള്ള ഷിപ്പിനെ അവര് പിടിച്ചെടുത്തു, ഒരു ഗുഡ്സ് ഷിപ്പിന്. അപ്പോ അതിന്റെ പേര് MSC ഏരീസ് എന്നാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ പേരൊന്നും പഠിച്ചിട്ടും കുഴപ്പമില്ല. MSC ഏരീസ് എന്നാണ്. അപ്പൊ ഇത് ഇസ്രായേലി ബൗണ്ട് ആണെങ്കിലും ഇസ്രായേലിന്റെ സ്വന്തമാണ് ആ ഷിപ്പ്. അതിലുള്ള ജീവനക്കാരിൽ മെജോറിറ്റി ഇന്ത്യക്കാരാണ്. അപ്പൊ ഇന്ത്യക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ ഇന്ത്യ അത് ഇറാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ഇറാൻ പറഞ്ഞേക്കുന്നത് ഇന്ത്യക്കാരെ അവരൊരിക്കലും ഹാം ചെയ്തില്ല. കാര്യം ഇന്ത്യ ഇറാൻ നല്ല ഫ്രണ്ട്സ് ആണ്. ഇന്ത്യയുടെ ഇന്ത്യൻ ഒഫീഷ്യൽസിന് ഈ ഡീറ്റെയിൻ ക്രൂ മെമ്പേഴ്സ് ഓഫ് ദിസ് ഷിപ്പ് MSC ഏരീസ് കാണാൻ ഉടനെ അനുവദിക്കുമെന്നൊക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. എന്തായാലും വെസ്റ്റ് ഏഷ്യയിലെ ഒരു സമാധാനമില്ലായ്മ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം വളരെ കഷ്ടമാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഇറാനും ഇസ്രായേലും എന്ന് പറഞ്ഞാൽ ആർച്ച് റൈവൽസ് ആണ്. ഇപ്പൊ ഈ ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂതീസ്, ഇവരൊക്കെ ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഇസ്രായേലിന് തന്നെ അറിയാം ആ ബുദ്ധിമുട്ടുകളുടെ ബാക്കിൽ ഇറാനാണെന്ന്. കാര്യം ഇറാനാണ് ബാക്കേഴ്സ് ഓഫ് ഓൾ ദീസ് ഓർഗനൈസേഷൻ. ഹമാസ്, അതുപോലെ ഹൂതീസ്, അതുപോലെ ഹിസ്ബുള്ള, ലെബനനിലെ ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് പാലസ്റ്റീനിൽ. ഇതെല്ലാം ഇവർക്ക് എല്ലാവരുടെയും ഫിനാൻഷ്യൽ ആൻഡ് മോറൽ സപ്പോർട്ട് ഈസ് ഇറാൻ. അപ്പം ഇറാനാണ് അവരുടെ ലാർജർ ത്രെട്ട് എന്ന്, ഇറാനാണ് അവരുടെ ബിഗ്ഗസ്റ്റ് എനിമി എന്ന് അവർക്ക് അറിയാം. വൺസ് ഇറാനെ വീക്കാക്കി കഴിഞ്ഞാൽ ഇവരെ ഈ ഓർഗനൈസേഷൻസ് എല്ലാം വീക്ക് ആവുള്ളെന്ന് അവർക്ക് അറിയാം. അത് മറ്റൊരു കാര്യമാണ്. ആർക്കറിയാം? ഇസ്രായേലിനറിയാം. പിന്നെ ഇന്ത്യ ടു ഗെറ്റ് എബോവ് നോർമൽ മൺസൂൺ റെയിൻഫോൾ IMD എന്ന ന്യൂസ് കണ്ടപ്പോൾ എനിക്കൊരു മഴ പെയ്ത ഫീലിംഗ് ആയിരുന്നു മനസ്സിലായി. എനിക്ക് മാത്രമല്ല, ഈ ന്യൂസ് കാണുമ്പോൾ സാധാരണ ഇവിടുത്തെ ഏറ്റവും അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ തൊട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇവിടെ ഇന്ത്യക്കകത്ത് ജീവിക്കുന്ന ഹ്യൂമൻ ബീങ്സിന് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് വേവ് ആണ്. ഇൻക്ലൂഡിങ് കേരളം ഉൾപ്പെടെ ഈ ഹീറ്റിൽ കഷ്ടപ്പെടുകയാണ്. അപ്പം നമുക്ക് ഈ വർഷം എനിക്ക് തോന്നുന്നു ജൂണിന് ശേഷം ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവുമായിരിക്കും അതിന്റെ ഒരു ഇഫക്റ്റ് കിട്ടി തുടങ്ങുമ്പോൾ എബോവ് നോർമൽ മൺസൂൺ, അതായത് നമുക്ക് നോർമലിലും മികച്ച മൺസൂൺ ഇപ്രാവശ്യം കിട്ടുമെന്നാണ് ആ ഒരു പ്രഡിക്ഷൻ തന്നെ. അതുപോലെ സംഭവിക്കാനാണ് സാധ്യത. IMDയുടെ പ്രഡിക്ഷൻസ് ഇപ്പൊ അങ്ങനെ തെറ്റാറില്ല. പണ്ടത്തെ കാലം കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്. IMD നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അവരുടെ പ്രഡിക്ഷൻ ആണ് ഈ എൽനീനോ ഇഫക്റ്റ് ഒന്നും ഇപ്രാവശ്യം വലുതായിട്ട് മഴയുടെ ഇതിനെ കുറയ്ക്കുന്ന സംഭവമാണ് എൽനീനോ ഇഫക്റ്റ് എന്നത്. അത് വലുതായിട്ട് പ്രാവശ്യം ബാധിക്കില്ല എന്നൊക്കെയാണ് അവരുടെ ആ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രഡിക്ഷൻ ശരിയാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ താഴോട്ട് വരുമ്പോൾ
ഗുഡ്സ് എക്സ്പോർട്സ് ഹിറ്റ് $41.68 ബില്യൺ ഇൻ മാർച്ച് എന്നൊരു ന്യൂസ് കാണാം. അപ്പോൾ അതും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നമ്മുടെ ഗുഡ്സ് എക്സ്പോർട്ട് കൂടുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ടിനെക്കാളും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. കൂടുതൽ ഇറക്കുമതിയാണ് നമുക്ക് കയറ്റുമതിയെക്കാളും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇമ്പോർട്ട് കൂടിയും എക്സ്പോർട്ട് കുറഞ്ഞും ഇരിക്കുമ്പോഴാണ് എന്താണ് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളുടെ ട്രേഡ് ഡെഫിസിറ്റ് എപ്പോഴും കൂടുതലായി സാധാരണ ഞാൻ കൂടി പോകാറുണ്ട്. കാര്യം ഇമ്പോർട്ട് എപ്പോഴും കൂടിയിരിക്കും, എക്സ്പോർട്ട് എപ്പോഴും കുറഞ്ഞിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇമ്പോർട്ട് ഇപ്പോഴും കൂടുതൽ, എക്സ്പോർട്ട് കുറവാണ്. പക്ഷെ എക്സ്പോർട്ട് കുറച്ച് നന്നായിട്ട് കൂടി. അതുകൊണ്ട് നമ്മളുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറഞ്ഞു. ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടെങ്കിലും ട്രേഡ് ഡെഫിസിറ്റ് കുറയുമല്ലോ എക്സ്പോർട്ട് കൂടെ. അപ്പൊ എന്തായാലും ഈ വർഷത്തെ ഏറ്റവും മികച്ച എക്സ്പോർട്ടാണ് മാർച്ചിൽ നടന്നത്. അത് പെൻഡിങ് ഓർഡേഴ്സും ഒക്കെ ഉണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും മാർച്ചിൽ ഇത്ര എക്സ്പോർട്ട് ഉണ്ടായത്. എന്തായാലും ഇറ്റ് ഈസ് ഗുഡ് ഫോർ അവർ എക്കോണമി, ഓൾവേസ് ഇൻക്രീസിംഗ് എക്സ്പോർട്ട്. ഓൾ കൺട്രീസ് ആർ ട്രൈയിങ് ടു ഇൻക്രീസ് ദ വോളിയം ഓഫ് ദർ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. എന്നാലല്ലേ നമ്മളുടെ ഈ ചൈനയൊക്കെ ഇത്രയും ഡെവലപ്ഡ് ആയത് തന്നെ അവരുടെ എക്കോണമി എക്സ്പോർട്ട് ഓറിയന്റഡ് ആയി മാറിയതുകൊണ്ടാണ്. ഇനി അടുത്ത ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ്സ് ടു 3 months ഹൈ എന്നൊരു ന്യൂസ് കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചെങ്കിൽ, ഞാൻ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു കഴിഞ്ഞ 4-5 ദിവസം, വായിച്ചെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. ഈ നമ്മളുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, ഇതിപ്പോ ഹോൾസെയിൽ ഇൻഫ്ലേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കൂടി എന്നാ പറഞ്ഞേക്കുന്നത്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ അത്യാവശ്യം കുറഞ്ഞു എന്നും പറഞ്ഞൊരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടാണ്. അതിനെക്കുറിച്ച് ഹിന്ദുവിൽ എഡിറ്റോറിയലുണ്ട്, അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അതേ സമയത്ത് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന WPI വെച്ചാണ്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ്. അത് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കുറച്ച് കൂടി എന്നുള്ള ഒരു ന്യൂസ് ആണ്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കൂടുന്ന അത്രയും വലിയൊരു കൺസേൺ നമുക്ക് ഉണ്ടാക്കത്തില്ല. ഞാൻ നിങ്ങളുടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ് ഡയറക്ട്ലി നമ്മളെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോണിറ്ററി പോളിസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കുമ്പോൾ മോണിറ്ററി പോളിസിയുടെ ബേസ് ആയിട്ട് എടുത്തേക്കുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആയ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഈ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ ഈ നമ്മളുടെ മാനുഫാക്ചറേഴ്സിനും നമ്മളുടെ ഇൻഡസ്ട്രീസിനും ഒക്കെ ഇൻപുട്ട് കോസ്റ്റിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് മെയിൻലി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെയാണ് അത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. നമ്മൾ അത്രത്തോളം അഫക്ട് ചെയ്യാറില്ല. ചിലപ്പോൾ വേണമെങ്കിൽ അത് ആ ഒരു വർധനവ് ഇൻ റോ മെറ്റീരിയൽസ്, പ്രൈസ് റൈസ് ഇൻ റോ മെറ്റീരിയൽസ് അവർ നമ്മളിലേക്ക് പാസ് ഓൺ ചെയ്താൽ മാത്രമാണ് നമ്മളത് ബാധിക്കുന്നത്. എന്തായാലും WPI ഇൻഫ്ലേഷൻ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ ലാസ്റ്റ് മന്ത്. ദാറ്റ് ഈസ് അനദർ ന്യൂസ് ഓഫ് കോൺസിക്വൻസ്. ഇനി നമ്മൾ മറ്റൊരു ന്യൂസിലേക്ക് പോകുമ്പോൾ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പൈസ ഇപ്പം ഒരുപാട് ആൾക്കാർ പിടിച്ചെടുക്കുന്നുണ്ട്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനൊക്കെ. അത് കറപ്ഷനാണ്, അത് അഗെയിൻസ്റ്റ് ദ പോൾ കോഡ്സ് ആണ്. അപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ആണ്, നമുക്ക് വേണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെയും പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ, ഈ പേജ് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ധർമ്മശാലയിലെ ദലൈലാമയെ കങ്കണ റാനോട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് നമുക്ക് അത് പൊളിറ്റിക്സ് ആണ് എന്റെ ബാക്കിൽ. പക്ഷെ അതല്ല ഞാൻ പറയാൻ വരുന്നത്. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ ദലൈലാമ ആരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ടിബറ്റ് ചൈന പിടിച്ചെടുത്ത ഒരു പ്രദേശമാണ്. ടിബറ്റ് ആക്ച്വലി ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അത് ബുദ്ധിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാണ്. അതിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ദലൈലാമ എന്ന് പറയുന്ന ബുദ്ധമതത്തിന്റെ ആചാര്യനായിരുന്നു. പക്ഷേ അത് ടിബറ്റിന് മുകളിൽ ചൈന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ടിബറ്റിനെ പിടിച്ചെടുത്തപ്പോൾ ദലൈലാമയ്ക്ക് പൊളിറ്റിക്കൽ റെഫ്യൂജി ആയി ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു. അദ്ദേഹത്തിന് അസൈലം കൊടുത്തു അന്നത്തെ ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ്. ഒപ്പം ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല എന്ന് പറയുന്ന പ്രദേശം ഈ ദലൈലാമയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അപ്പം ഇപ്പോ ഈ അദ്ദേഹത്തിന്റെ അഫയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞ ധർമ്മശാലയിൽ ഇടുന്നുകൊണ്ടാണ്. ധർമ്മശാല എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ദലൈലാമയുടെ ആസ്ഥാനം ഇപ്പോൾ അവിടെയാണ്. ദലൈലാമ ഈസ് എ നോബൽ പ്രൈസ് വിന്നർ ഫോർ പീസിന് നോബൽ പ്രൈസ് വിൻ ചെയ്ത ആളാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ വീണ്ടും പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഏറ്റവും താഴെ വരുമ്പോൾ DDA ഫ്ലൗഡ്സ് NGT ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞൊക്കെ ഒരു ന്യൂസ് കാണാം. DDA എന്ന് പറഞ്ഞാൽ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി. അത് നമുക്ക് വേണ്ട, അത് ഡൽഹിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. പക്ഷെ NGT നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ള. NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആണ്. NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആണ്, നമുക്കറിയാം. NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരുപാട് ട്രിബ്യൂണൽസ് ഉണ്ട്. ട്രിബ്യൂണൽസ് ആർ സ്പെഷ്യൽ കോർട്സ്, ഡീൽസ് വിത്ത് special kinds of cases only. Like NGT National Green Tribunal means they are dealing with cases related to environment. അല്ലെ, നമ്മളുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കേസസ് മാത്രമായിരിക്കും അവർ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ TDSAT, ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുമ്പോൾ ടെലികോം ഡിസ്പ്യൂട്ട്സ് ആയിരിക്കും അവർ ഡീൽ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ
എന്താ പറയുന്ന നമ്മളുടെ ഈ കാറ്റ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അത് സെൻട്രൽ ഗവൺമെന്റിലെ എസ്പെഷ്യലി ഈ കാറ്റഗറി എ ഓഫീസേഴ്സിന്റെ ഒക്കെ പ്രോബ്ലംസ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ, അല്ലെങ്കിൽ സാറ്റ് ഉണ്ട്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ, ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ കോർട്ടുകളെയാണ് എന്താ പറയുന്നത് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. അപ്പൊ NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എന്താ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കോർട്ടാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് നമ്മളുടെ പിച്ച് ഫോർ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന എഡിറ്റോറിയലിലേക്കാണ്. ഈ ഇന്നത്തെ ഹിന്ദുവിൽ 2 എഡിറ്റോറിയൽസും പക്ക പൊളിറ്റിക്കൽ എഡിറ്റോറിയൽസ് ആണ്. പക്ഷേ നമ്മൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എഡിറ്റോറിയൽസ് പൊളിറ്റിക്കലോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഒരുവിധമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന സബ്ജക്റ്റിലാണെങ്കിൽ ഉറപ്പായിട്ടും വായിക്കണം. കാരണം ഞാൻ എന്താണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോ BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ അവർ കഴിയുമ്പോൾ അവർ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. എപ്പോഴും എല്ലാ പാർട്ടികളും മാനിഫെസ്റ്റോസ് ഇറക്കാറുണ്ട്. അപ്പൊ അതിൽ അവരുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പൊ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് അവർ കുറെ അവരുടെ കോർ ആയിട്ടുള്ള ഐഡിയോളജിക്കൽ അജണ്ട പലതും അവർ നടപ്പാക്കി. അവർ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളായിരുന്നു. അത് RSSന്റെ അജണ്ടാസും കൂടെ ആയിരുന്നു. ആർട്ടിക്കിൾ 370 ജമ്മു ആൻഡ് കാശ്മീരിൽ റദ്ദാക്കുക, അയോധ്യയിൽ രാം ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുക, ഇത് രണ്ടും അവർ ചെയ്തു. അതുപോലെ മുത്തലാഖ് എന്ന് പറയുന്ന സംഭവം, ഡിവോഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മുസ്ലിങ്ങളുടെ മുത്തലാഖ് അവർ നിരോധിക്കുമെന്ന് പറഞ്ഞിരുന്നു, അത് ചെയ്തു. അങ്ങനെയൊക്കെയാണ്. ഇനി അവർ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമേ അവരുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യം അവർ നടപ്പാക്കാനുള്ളത് ഇംപ്ലിമെന്റേഷൻ ഓഫ് യൂണിഫോം സിവിൽ കോഡാണ്. അപ്പം അത് അവർ നടപ്പാക്കും അടുത്ത ടൈമിലെന്നാണ് പറഞ്ഞത്. ഇനി ആ ഒറ്റ കാര്യമുള്ള അവരുടെ പ്രോമിസസിൽ, അവരുടെ ഐഡിയോളജിക്കൽ പ്രോമിസസ് ഞാൻ പറയുന്നത്, അല്ലാതെ സാധാരണ വെൽഫെയർ സ്കീംസ് അല്ല ഞാൻ പറയുന്നത്. പിന്നെ അവർ നടപ്പാക്കിയ കുറെ കാര്യങ്ങൾ, അവർ ഫ്രീ ഫുഡ് ഗ്രെയിൻ സ്കീം നമുക്കറിയാം. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, ഇന്ത്യയിലെ BPL ഫാമിലീസിനെല്ലാം ഫ്രീ ഫുഡ് ഗ്രെയിൻ കൊടുക്കുന്ന പ്രോജക്റ്റ് ആണ്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റിനെ കുറിച്ച് ഈ സ്കീമിൽ പറയുന്നുണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്ന സ്കീം ഉണ്ടല്ലോ, ആ സ്കീമിനെ കുറിച്ച് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ ജൽ ജീവൻ മിഷൻ, ആ മിഷന്റെ പേരെന്താണ്? ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്ന ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്ന് പറയുന്ന മിനിസ്റ്ററിന്റെ അണ്ടറിൽ എന്താണ് ജൽശക്തി മിനിസ്ട്രി ഉണ്ട്. അവർ നടപ്പാക്കുന്ന ജൽ ജീവൻ മിഷനാണ്. പൈപ്ഡ് ഡ്രിങ്കിങ് വാട്ടർ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും പിന്നെ ആന്റി പോവർട്ടി പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ അവർ 25 കോടി ആൾക്കാരെ പോവർട്ടിയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ കുറെയൊക്കെ ശരിയാവാം, കുറെയൊക്കെ അവർ അച്ചീവ്മെന്റ്സ് എല്ലാവരും ഓവർ സ്റ്റേറ്റ് ചെയ്യുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള ഇത് ആവാം. പിന്നീട് ദളിത്, അതുപോലെ OBC ക്ലാസ്സിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ 60% മിനിസ്റ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവർക്ക് ഈ ഡൗൺ റോഡൻ സെക്ഷൻ ഓഫ് സൊസൈറ്റിക്ക് അത്യാവശ്യം നല്ല റെപ്രസെന്റേഷൻ കൊടുക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്താണെന്ന് അറിയാലോ. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 മുസ്ലിം മെജോറിറ്റി കൺട്രീസിലുള്ള നോൺ മുസ്ലിംസിന് ഇന്ത്യയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്താണ് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 2014 ഡിസംബറിന് മുമ്പ് ഇന്ത്യയിൽ, ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ എൻ്റർ ചെയ്തവരായിരിക്കണം. 2014 ഡിസംബർ 31 മുമ്പ് അവർക്ക്. അപ്പൊ അതാണ് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്, അതിനെ കുറിച്ച് അവർ പറഞ്ഞു. അതുപോലെ വിമൻ റിസർവേഷൻ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് മുമ്പ് പലതവണ പറഞ്ഞതിലാണ്. വിമൻ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ പാർലമെന്റില്, ലോക്സഭയില്, അതുപോലെ ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസില്, അതുപോലെ ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറീസ് ആയ ഡൽഹി, അതുപോലെ പുതുച്ചേരി, ഇവിടെയൊക്കെയുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ ഇവിടെ എല്ലാം 33% റിസർവേഷൻ ഫോർ വിമൻ. പക്ഷെ അത് അടുത്ത പാർലമെന്റ് ഇലക്ഷനിലെ നടപ്പാവുള്ളൂ 2029. കാരണം എന്ന് വെച്ചാൽ ഡീലിമിറ്റേഷൻ എക്സർസൈസിന് ശേഷം മാത്രമേ നടപ്പാക്കുള്ളൂ എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഡീലിമിറ്റേഷൻ എക്സർസൈസ് വിൽ ഹാപ്പൻ ഓൺലി ആഫ്റ്റർ 2026. അത് കാര്യം അപ് ടു 2026 വരെ അത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത ഇലക്ഷനിലേ നടപ്പാവുള്ളൂ. പിന്നെ ഇവർ ചെയ്ത ഒരു കാര്യം, 10% റിസർവേഷൻ, എക്കണോമിക്കലി വീക്ക് EWS കാറ്റഗറിക്ക് 10% റിസർവേഷൻ ഇല്ലേ, അത് ഇവർ കൊണ്ടുവന്നാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ. അതുപോലെ സീനിയർ സിറ്റിസൺസിൽ 70 വയസ്സിൽ കൂടുതലുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഗ്യാരണ്ടി, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ നടന്നത്. ഇത് സെക്കൻഡ് എഡിറ്റോറിയൽ, അഗെയിൻ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ, 2 horse race എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് ആഫ്റ്റർ സ്റ്റേറ്റ് ഉള്ള ഈ രാഷ്ട്രീയ ആയിട്ടുള്ള ഒരു പിക്ചറിനെ കുറിച്ച് ഒരു എഡിറ്റോറിയൽ ഹിന്ദു എഴുതാറുണ്ട്. അപ്പം കർണാടകത്തിലെ ഇലക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്, കർണാടകത്തിലെ ഇലക്ഷൻ ഒരു 2 horse race ആയിരിക്കും എന്ന് അവരെ പറഞ്ഞത്. 2 horse race എന്ന് പറഞ്ഞാൽ 2 പേര് മാത്രമായിരിക്കും അതിൽ മെയിൻലി കോമ്പീറ്റ് ചെയ്യാൻ പോകണം. അവിടെ 3 പൊളിറ്റിക്കൽ പാർട്ടീസ് മെയിനായിട്ടുള്ളത്. കോൺഗ്രസ് അവിടെ ഭരിക്കുന്നത്, സിദ്ധരാമയ്യ എന്ന് പറഞ്ഞ കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ അവിടെ ഭരിക്കുന്നത്. ഒപ്പം രണ്ടാമത് അവിടുത്തെ ഏറ്റവും വലിയ ഒപ്പോസിഷൻ പാർട്ടി BJP ആണ്. മൂന്നാമത് അവിടെ ജനതാദൾ സെക്യുലർ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്. ബട്ട് ദേ ആർ നൗ relegated to the third position and they have not that much significance in
എൻറ്റയർ കർണാടക, ചില പോക്കറ്റ്സിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു 2 ഹോഴ്സ് റേസ് ആയിരിക്കും. കഴിഞ്ഞ തവണ വെറും 1-2 സീറ്റ് അങ്ങാണ്ട് കോൺഗ്രസിന് കിട്ടിയുള്ളൂ. ബാക്കി ഫുൾ BJP ആണ് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ജയിച്ചത്. പക്ഷെ ഇപ്രാവശ്യം അത്രയും വലിയൊരു വിജയം കർണാടകത്തിൽ BJP ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് അവർ എഴുതിയിരിക്കുന്നത്. കാരണം സിദ്ധരാമയ്യ ഗവൺമെന്റ് ഒരു 5 പോൾ പ്രോമിസസ് പറഞ്ഞായിരുന്നു. അതിൽ ഒരെണ്ണം സ്ത്രീകൾക്ക് ഫ്രീ ബസ് യാത്ര, അങ്ങനെ കുറെ, പിന്നെ ഗ്യാസ് സിലിണ്ടർ എത്രയോ എണ്ണം 400 രൂപയ്ക്കോ 300 രൂപയ്ക്കോ കൊടുക്കും, അങ്ങനെ കുറെ പ്രോമിസസ് ഉണ്ട്. ആ പ്രോമിസസ് ഒക്കെ അവർ നടപ്പാക്കി അവിടുത്തെ കുറെ ആൾക്കാരുടെയൊക്കെ ഒരു ഇംപ്രഷൻ അവർ പിടിച്ചു പറ്റിയിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ ഇലക്ഷനിൽ കർണാടകത്തിൽ BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ അത്രയും വലിയ, ഇപ്പോഴും അവർ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കാൻ പോണെന്ന് എല്ലാ പ്രഡിക്ഷൻസും പറയുന്നു. പക്ഷേ ദ നമ്പർ വിൽ ബി റെഡ്യൂസ്ഡ് എന്നുള്ള രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണ് ഇത്, ഈ 2 ഹോഴ്സ് റേസ്. അതും നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന എഡിറ്റോറിയലാണ്. ഇനി ഇതില് ഗ്യാരണ്ടീസ് പ്രിക്കേറിറ്റി വെൽഫെയർ ഈസ് സെൽഫ് കെയർ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ കുറെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസിന്റെ പേരുകൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ സ്കീമുകൾ നിങ്ങൾക്ക് അറിയാവുന്ന, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, അതുവഴിയാണ് നാഷണൽ MGNREGA സ്കീം വന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ 100 തൊഴിൽ ദിനങ്ങൾ ഗ്രാമീണ മേഖലകളിൽ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സ്കീമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് തുടങ്ങിയതാണ്. പിന്നെ താഴോട്ട് വരുമ്പോ ഈ BJP കൊണ്ടുവന്ന ഒരു സ്കീം സ്വച്ഛ് ഭാരത് അഭിയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയില് ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ ആക്കുക ഇന്ത്യയെ, ഒപ്പം ഇന്ത്യയിലെ മാനുവൽ സ്കാവഞ്ചിങ് ഫ്രീ ആക്കുക, അങ്ങനെ കുറെ ലക്ഷ്യങ്ങളായിട്ടാണ് സ്വച്ഛ് ഭാരത് സ്കീം വരുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന, അതിന്റെ അർബൻ വെർഷൻ ഉണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ, അതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന റൂറലും ഉണ്ട്. ഇതിന്റെ ലക്ഷ്യം ബൈ 2024 ഡിസംബർ ഗവൺമെന്റ് വാണ്ട്സ് ടു ഗീവ് പക്ക ഹൗസസ് ടു എവറി ഹൗസ് ഹോൾഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള എല്ലാ വീട്ടുകാർക്കും ഒരു വീട് കൊടുക്കുക, അതാണ് എന്റെ ഉദ്ദേശം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ടു ഗീവ് ക്ലീൻ കുക്കിംഗ് ഗ്യാസ് അല്ലെങ്കിൽ ക്ലീൻ ഫ്യൂവൽ ടു ഓൾ വിമൻ ഇൻ ഇന്ത്യ. അപ്പൊ ക്ലീൻ ഫ്യൂവൽ കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് LPG കൊടുക്കുന്നത്. LPG എന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻ ഫ്യൂവൽ ആണ്. അപ്പൊ അത് BPL ഫാമിലീസിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട്, അതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പിന്നെ PM കിസാൻ സമ്മാൻ നിധി നമുക്കറിയാം. PM കിസാൻ എന്ന് പറഞ്ഞ സ്കീം, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 6000 rupees വെച്ച് പെർ ഇയർ ഇന്ത്യയിലെ ഫാമേഴ്സിന് ഒരു ഇൻകം സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന സ്കീമാണ്. ജൽജീവൻ മിഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാം. 2024 ഇന്ത്യയിൽ എല്ലാവർക്കും ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുക. പിന്നെ ആയുഷ്മാൻ ഭാരത് സ്കീം നമുക്കറിയാം. ഇന്ത്യയിൽ എല്ലാവർക്കും BPL ഫാമിലീസിലുള്ള ആൾക്കാർക്ക് 5 lakhs rupees ഹെൽത്ത് ഇൻഷുറൻസ്. അങ്ങനെ കുറെ സ്കീമുകളെ കുറിച്ച് നീ പറയുന്നുണ്ട്. ആ സ്കീമുകൾ യഥാർത്ഥത്തിൽ ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. ഞാൻ പിന്നെ ആ സ്കീമുകളുടെ പേര് കണ്ടിട്ട് പറഞ്ഞുള്ളൂ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, നേരത്തെ ഞാൻ പറഞ്ഞാണ്, എല്ലാവർക്കും റേഷൻ, BPL ഫാമിലീസിലുള്ള എല്ലാവർക്കും റേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്കീമാണ്. PM പോഷൻ എന്ന് പറയുന്ന സ്കീമുണ്ട്. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ ഓർ PM പോഷൻ. ആക്ച്വലി അതിന്റെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് PM പോഷൻ എന്നാണ്. അതിനെ യഥാർത്ഥത്തിൽ PM പോഷൻ എന്ന പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അത് എന്ന് പറയുന്നത് എന്താണ്, കുട്ടികൾക്കും അതുപോലെ എനിക്ക് തോന്നുന്നു അമ്മമാർക്കും ഉണ്ടെന്ന് തോന്നുന്നു. ഈ അംഗൻവാടി വഴിയൊക്കെ കുറെ ഫുഡും ഐറ്റംസും ഒക്കെ കൊച്ചുങ്ങൾക്ക് കൊടുക്കത്തില്ലേ, അപ്പം അതിനുവേണ്ടിയുള്ള സ്കീമാണ് PM പോഷൻ എന്ന് പറയുന്ന സ്കീം. അങ്ങനെ ഈ സ്കീമുകളെല്ലാം കുറെ സ്കീമുകളിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ഓക്കെ. പിന്നെ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ അല്ലേ, CO2 എമിഷൻ, മെയിൻലി കാർബൺ എമിഷൻ. ഈ CO2 എമിഷനിൽ ഏവിയേഷന്റെ കോൺട്രിബ്യൂഷൻ, ഏവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ വിമാനങ്ങൾ. അപ്പം ഈ ആകാശത്തോട് വിമാനങ്ങൾ പറക്കുമ്പോൾ അതും ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ATF എന്ന് പറയുന്ന സംഭവം കത്തിയിട്ടാ, അതും കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആ കാർബൺ എമിഷൻ എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ്. കാര്യം ഇപ്പൊ ലോകം മുഴുവൻ ഇഷ്ടം പോലെ ഫ്ലൈറ്റുകളെടുത്ത് പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാർബൺ എമിഷൻ എത്രത്തോളം നമ്മളുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്ന സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അത്. പക്ഷെ പറയുന്നത് 2.5 മൊത്തം കാർബൺ എമിഷന്റെ 2.5% മാത്രമേ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാവുന്നുള്ളതെന്നൊക്കെയാണ് സ്റ്റഡി പറയുന്നത്. ഓക്കെ. പിന്നെ സിയാച്ചിൻ 40 years ഓഫ് ഓപ്പറേഷൻ മേഘദൂത്. അത് സംഭവം എന്ന് പറഞ്ഞാല് സിയാച്ചിൻ എന്ന് പറഞ്ഞ വേൾഡിലെ ഹയസ്റ്റ് വാർ പോയിന്റ് ആണ്. വേൾഡിലെ ഹയസ്റ്റ് വാർ പോയിന്റ് ആണ് സിയാച്ചിൻ. സിയാച്ചിനിൽ ഇന്ത്യക്ക് സൈനിക പോസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഇന്ത്യക്ക് അവിടെ ഇല്ലായിരുന്നു. 40 വർഷം മുമ്പ് പാകിസ്ഥാന്റെ പട്ടാളത്തിനെ പുറത്താക്കിക്കൊണ്ട് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്ന ഒരു സംഭവം വഴിയാണ് സിയാച്ചിൻ ഇന്ത്യ പിടിച്ചെടുക്കുന്നത്.
അല്ലായിരുന്നുണ്ടെങ്കിൽ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ പാകിസ്ഥാന്റെ കയ്യിലായി പോയിരുന്നു. അവർ മുകളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത്രയും ഹയസ്റ്റ് വാർ പോയിന്റ് ആണ്. അപ്പൊ ഇന്ത്യ ഓപ്പറേഷൻ മേഘദൂത് വഴി പാകിസ്ഥാൻ പട്ടാളത്തിന് അവിടുന്ന് പുറത്താക്കിയിട്ട് സിയാച്ചിൻ മേഖല ഇന്ത്യ കൈയടക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ 40-ാം വർഷമാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. സിയാച്ചിൻ എവിടെയാണെന്ന് അറിയാലോ എല്ലാവർക്കും, കാശ്മീരിലാണ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ്. പിന്നെ ഈ പേജില് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിലും പൊളിറ്റിക്സ് ആണ്. ഇല്ല, അടുത്ത പേജിലൊക്കെ ഫുൾ പൊളിറ്റിക്കൽ കാര്യങ്ങളാണ്. ഇനി ഇവിടെ വരുമ്പോ 1 സെക്കൻഡ്. ഇവിടെ വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാർച്ച് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ക്വിക്കൻസ് ടു 3-month ഹൈ ഓഫ് 0.53%. അത് ഞാൻ പറഞ്ഞു. ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനെ കുറിച്ച് ആദ്യം ഫസ്റ്റ് പേജിൽ ന്യൂസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ അവിടെ വേറൊരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ സെൻസെക്സ് സ്ലൈഡ്സ് ഓവർ 1% ഇൻ ദ വേക്ക് ഓഫ് വെസ്റ്റ് ഏഷ്യ ടെൻഷൻസ് എന്നൊരു ന്യൂസ് ഉണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ആയിരിക്കും എപ്പോഴും ഏറ്റവും ഇതായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഗ്ലോബൽ ടർബുലൻസസ്, ഗ്ലോബൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോ ഈ വെസ്റ്റ് ഏഷ്യയിൽ ഇറാൻ ഈസ് എ ബിഗ് പവർ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇസ്രായേൽ ഈസ് എ വെരി ബിഗ് പവർ. ഈ പവേഴ്സ് തമ്മിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇറ്റ് വിൽ ബി മാർക്കറ്റ് വിൽ റിയാക്ട് ഇൻ എ വെരി പാനിക് വേ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര പാനിക് ആയിട്ടുള്ള റിയാക്ഷൻ കാണിച്ചു. ഏതാണ്ട് 1% നമ്മുടെ സെൻസെക്സ് സ്ലൈഡ് ചെയ്തത്. സെൻസെക്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്റ്റിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് യു. സെൻസെക്സ് എന്താണ്? ഇന്ത്യക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി 2 എണ്ണമാണ്. ഇന്ത്യക്ക് മെയിൻ ആയിട്ട് 2 സ്റ്റോക്ക് മാർക്കറ്റുകളാണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. അപ്പം ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 30 ഷെയർസ് വെച്ച്. അതൊക്കെ എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 30 ഷെയർസ് വെച്ചാണ്. ആ ഇൻഡെക്സിനെയാണ് സെൻസെക്സ് എന്നുള്ളത്, സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 ഷെയർസ് വെച്ചാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 30, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50. അപ്പൊ ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിന്റെ ഇൻഡെക്സ് ഏതാണ്? നിഫ്റ്റിയാണ്. നിഫ്റ്റി 50 എന്ന് പഠിച്ചു വെച്ചിരുന്നത്. അത് നിഫ്റ്റി 50. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന 50 ഷെയർസ് വെച്ച് നിഫ്റ്റി 50. ഓക്കെ, അപ്പം അതറിഞ്ഞിരിക്കും. അപ്പം എന്തായാലും സെൻസെക്സ് സ്ലൈഡ് ചെയ്തതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. പിന്നെ വോഡാഫോൺ ഐഡിയയുടെ ഒരു FPOയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ വോഡാഫോൺ ഐഡിയയെ കുറിച്ച് നിങ്ങളുടെ പറഞ്ഞിട്ട് ആവശ്യമില്ല. FPO എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫർ. ഒരു കമ്പനി അതിന്റെ ഷെയർസ് ആദ്യമായിട്ട് സെല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് IPO അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഒരു കമ്പനി അതിന്റെ ഷെയർസ് ആദ്യമായിട്ട് സെല് ചെയ്യുന്നത്. ഇപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ഇപ്പൊ ഒരു ബിഗ് കമ്പനി ആയി കഴിഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറെ മാർക്കറ്റിൽ നിന്ന് മണി ബോറോ ചെയ്ത് മണി പിന്നീട് മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ഷെയർ വിറ്റ് എനിക്ക് മണി അക്യൂർ ചെയ്ത് എനിക്ക് എന്റെ എക്സ്പാൻഷൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ IPO നടത്തും. ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയും. ആദ്യമായിട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ IPO എന്ന് പറയും. അതിനുശേഷം വീണ്ടും എനിക്ക് ഷെയർസ് വിൽക്കാൻ പറ്റും. ആദ്യത്തെ ഒരു തവണ IPO നടത്തി പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല. സ്റ്റിൽ ഐ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ സെല്ലിംഗ് പ്രോസസ് ഓഫ് മൈ കമ്പനി ഷെയർസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പിന്നീടുള്ള പ്രോസസ്സിന് നമ്മൾ പറയുന്നത് FPO എന്നാണ്. ഫോളോ ഓൺ പബ്ലിക് ഓഫർ. ആഫ്റ്റർ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഫർദർ പബ്ലിക് ഓഫേഴ്സ് ആർ നോൺ ആസ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ. അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ടെസ്ല ഇന്ത്യയിൽ ഷോറൂംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻസ് തെരഞ്ഞു തുടങ്ങി എന്നൊരു ന്യൂസ്. അപ്പൊ ടെസ്ലയുടെ എൻട്രി ഇൻ ടു ഇന്ത്യ ഈസ് വെരി ഇമ്മിനന്റ്. ഓക്കെ, അപ്പോ അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ നമ്മൾ എവിടെയിട്ട് പോകുന്നു? വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ സിംഗപ്പൂർ PM ലീ ടു സ്റ്റെപ്പ് ഡൗൺ, ഡെപ്യൂട്ടി ടു ടേക്ക് ഓവർ നെക്സ്റ്റ് മന്ത്. അപ്പോ സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റിയത് ഈ പ്രൈം മിനിസ്റ്റർ അല്ല, അദ്ദേഹത്തിന്റെ ഫാദർ ആണ്. അദ്ദേഹത്തിന്റെ ഫാദർ ഏതാണ്ട് 50 വർഷം ഈ സിംഗപ്പൂർ ഭരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പേര് ലീ കുവാൻ യു എന്നാണ്. ലീ കുവാൻ യു. ഹീസ് ദ ഫാദർ ഓഫ് മോഡേൺ സിംഗപ്പൂർ. സിംഗപ്പൂർ വാസ് എ ബാരൻ ലാൻഡ് ഇൻ 1960s, അല്ലെങ്കിൽ അപ് ടു 1960s ബിഗിനിങ് വരെ സിംഗപ്പൂർ വാസ് എ ബാരൻ ലാൻഡ്. ഇന്തോനേഷ്യയുടെ അധീനതയിലായിരുന്നാണ് എന്റെ ഓർമ്മ. ആ സിംഗപ്പൂരിന് ഇന്നത്തെ ലോകത്തിലെ മോസ്റ്റ് മോഡേൺ ഡെവലപ്ഡ് ഒരു സിറ്റി കൺട്രി ആക്കി. അതൊരു സിറ്റി മാത്രമാണ്.
ആക്കി മാറ്റിയത് ലീ ക്വാൻ യു ആണ്. അദ്ദേഹത്തിനാണ് മോഡേൺ സിംഗപ്പൂരിന്റെ ആർക്കിടെക്ട് എന്ന് പറഞ്ഞത്. അദ്ദേഹമാണ് ഏതാണ്ട് 50 years സിംഗപ്പൂർ ഭരിച്ചത്. അദ്ദേഹത്തിന്റെ മകനായി പിന്നീട് സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ലീ സെൻ ലൂങ് HSEIN ആണ്. പക്ഷെ ലീ സെൻ ലൂങ്ങും 10-20 വർഷം കൊണ്ട് അവിടെ ഭരിക്കുകയാണ്. അദ്ദേഹവും ഇപ്പൊ വയസ്സായി. അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിയെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആക്കാൻ പോയാണ്. May 15 ശേഷമാണ്. അതുവരെ അദ്ദേഹം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ന്യൂസ് പേപ്പറിൽ വീണ്ടും വരും. ഇനി അവിടെ ആവാൻ പോകുന്ന ആള് ലോറൻസ് വോങ് എന്നാണെന്ന് തോന്നുന്നു. അതെ, ലോറൻസ് വോങ്. ഇനി അദ്ദേഹം ആവാൻ പോകുന്നേ ഉള്ളു. ഇപ്പൊ ഇത് എഴുതിയെടുക്കല് മെയ് ഒക്കെ ആയിട്ട് അദ്ദേഹം ആവുള്ളൂ. പിന്നെ ഫിലിപ്പൈൻസ് പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ ആണ്. പിന്നെ ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി മേ ഹാവ് ഹാപ്പൻഡ് ഇൻ സുഡാൻ. സുഡാനിൽ നമുക്കറിയാമല്ലോ, സുഡാനിൽ ഇപ്പം ഭയങ്കര പ്രോബ്ലം നടക്കുകയാണ്. സുഡാനിലെ അബ്ദൽ ഫത്ത അൽ ബുർഹാൻ എന്നാണ് സുഡാന്റെ മിലിറ്ററി റൂളറിന്റെ പേര്. അബ്ദൽ ഫത്ത അൽ ബുർഹാൻ എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം അവിടുത്തെ മിലിറ്ററി റൂളറാണ്. ഒപ്പം അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സ്, ഇന്ത്യയിൽ CRPF എന്ന് പറഞ്ഞ നടക്കുക, അവിടെ പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ട്. ആ പാരാമിലിറ്ററി ഫോഴ്സിന്റെ ചീഫും തമ്മിൽ അവിടെ ഭയങ്കര വാർ നടക്കുകയാണ്. അപ്പൊ അവിടെ ഒരുപാട് ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി സംഭവിക്കുന്നുണ്ടെന്നാണ് UN ചീഫ് പറഞ്ഞത്. UN ചീഫ് ആരാണെന്നൊക്കെ അറിയാം, ആന്റോണിയോ ഗ്യൂട്ടേഴ്സ് അല്ലേ? ഓക്കെ. പിന്നെ താഴോട്ട് വരുമ്പോ ഇസ്രായേലി മിലിറ്ററി ചീഫ് ഓഫ് റെസ്പോൺസ് ടു ഇറാനിയൻ അറ്റാക്ക്. അങ്ങനെ അവര് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വീണ്ടും യുദ്ധമാവും. അതുകൊണ്ട് മര്യാദക്ക് ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെന്താണ്, താലിബാൻ പറയുന്ന പോലെ സംഭവിച്ചാൽ വളരെ നല്ലത്. താലിബാൻ കമ്മിറ്റഡ് ടു പ്രൊട്ടക്ടിങ് റൈറ്റ്സ് ഓഫ് ഹിന്ദുസ്, സിഖ്സ്. താലിബാൻ മൈനോറിറ്റീസിന് അഗേൻസ്റ്റ് ആയിട്ട് വളരെ സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നതിനും അവരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നതിലൊക്കെ നൊട്ടോറിയസ് ആണ്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ വലിയ കാര്യമാണ്. അവിടെ താമസിക്കുന്ന ഹിന്ദുസ് ആൻഡ് സിഖ്സ്, ദേ ആർ വെരി മിനിസ്ക്യൂൾ മൈനോറിറ്റി ഇൻ അഫ്ഗാനിസ്ഥാൻ. Taliban is telling that they are committed to protecting the interest of these minuscule minorities in Afghanistan. അത് സംഭവിച്ചാൽ കൊള്ളാം. ഇനി പാരീസ് ഒളിമ്പിക്സിന് മുമ്പായിട്ട് എപ്പോഴും ഒളിമ്പിക് ദീപം കൊളുത്തുന്നത്, ഒളിമ്പിക്സ് തുടങ്ങിയ സ്ഥലം എന്ന് പൊതുവെ കരുതപ്പെടുന്നത് ഗ്രീസിലെ ഏതൻസിൽ നിന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ നമുക്ക് കാണാം. അപ്പം ഒളിമ്പിക്സ് ഇനി തുടങ്ങാൻ ഇനി 1-2 മാസമേ ഉള്ളൂ. പിന്നെ ഈ പേജ് IPL ആണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഫിഡെയുടെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഗുകേഷ് മുന്നിട്ട് നിൽക്കുന്നു. ഗുകേഷും പിന്നീട് എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു താരം കൂടെ ഒരുമിച്ച് ജോയിന്റ് ലീഡിലാണ്. അപ്പൊ അവസാനം ആരാവും വിന്നർ എന്നറിഞ്ഞുകൂടാ. അപ്പോ ആ വിന്നർ ആയിരിക്കും വേൾഡ് ചാമ്പ്യനായ ചൈനയുടെ ഡിംഗ്ലറിനെ നേരിടാൻ പോകുന്നത്. പിന്നെ വേൾഡ് നമ്പർ 1 ഗോൾഫ് പ്ലെയർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. സ്കോട്ടി ഷെഫ്ലർ എന്ന് വേണമെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. സ്കോട്ടി ഷെഫ്ലർ വേൾഡിന്റെ നമ്പർ 1 ആരാണ്? ഗോൾഫ് പ്ലെയർ സ്കോട്ടി ഷെഫ്ലർ. അതുപോലെ ജഹാൻ ദാരുവാല, ഇന്ത്യയുടെ ഒരു ഫോർമുല 1 അല്ല, ഫോർമുല പല ഇതുണ്ടല്ലോ, ഫോർമുല ഇയിലേക്ക് റൈസറാണ് ജഹാൻ ദാരുവാല. DARU ആണ്, ദാരുവാല, VAL. ഇനി നിങ്ങളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം, 38 വർഷമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരും ജനിക്കുന്നതിന് മുമ്പായിട്ട് ലോകത്ത് ഉണ്ടായ ഒരു അത്ലറ്റിക്സിലെ റെക്കോർഡ്, അത്ലറ്റിക്സിൽ ഇപ്പം നിലനിന്ന ഏറ്റവും കൂടുതൽ വർഷമായിട്ടുള്ള റെക്കോർഡ് അതായിരുന്നു. 38 years റെക്കോർഡ് ഉണ്ട്. ഡിസ്കസ് ത്രോയിലെ വേൾഡ് റെക്കോർഡാണ്. ഡിസ്കസ് വേൾഡ് റെക്കോർഡ്. അത് 38 yearsന് ശേഷം ഇന്നലെ ഒരാൾ ബ്രേക്ക് ചെയ്തു. അയാളെ പേരെന്ന് പഠിച്ചു വെച്ചേക്കുക. കാര്യം അത്രയും ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള റെക്കോർഡ് വളരെ അപൂർവമാണ് അത്ലറ്റിക്സിലൊക്കെ. അപ്പൊ ആ 38 വർഷമായിട്ട്, അന്ന് ജനിച്ച ഒരാളിന് ഇപ്പൊ 38 വയസ്സായി. മിക്കോളാസ് അലക്ന എന്ന് പറയുന്ന താരം. അദ്ദേഹം ഏത് രാജ്യത്തിന്റെ ആണെന്ന് നോക്കട്ടെ. ലിത്വാനിയ എന്നുള്ള രാജ്യത്തിന്റെ. ലിത്വാനിയ ഇത് പണ്ട് ഈസ്റ്റ് ജർമ്മനി എന്നുള്ള രാജ്യത്തിലെ താരമാണ് ഇത് സ്ഥാപിച്ചത്. അന്ന് ഈസ്റ്റ് ജർമ്മനി ഒന്നും ഇന്നില്ല. ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനിയും കൂടെ ഇപ്പൊ യൂണിഫൈ ചെയ്ത് ഒറ്റ ജർമ്മനിയുള്ളൂ. ബെർലിൻ വോൾ ബ്രേക്ക് ചെയ്ത് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ഒന്നായി കൂട്ടിച്ചേർത്തു. അപ്പൊ ഒരു ഇല്ലാത്ത രാജ്യം, ഇന്ന് ലോകത്ത് ഇല്ലാത്ത രാജ്യമായി ഈസ്റ്റ് ജർമ്മനിയുടെ ഒരു താരമാണെന്ന് ഉണ്ടാക്കിയ ആ റെക്കോർഡ് 86-ല്.
അതിപ്പോ 38 വർഷത്തിന് ശേഷമാണ് ഈ മിക്കോളാസ് അലക്ന എന്ന് പറയുന്ന ലിത്വാനിയൻ താരം അത് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ന്യൂസ് പേപ്പർ. ഇനി അതിനടുത്ത ന്യൂസ് പേപ്പറിൽ വലുതായിട്ട് ന്യൂസുകൾ കുറവാണ്, നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇറാൻ വാണ്ട്സ് ഇസ്രായേൽ അഗൈൻസ്റ്റ് റീറ്റാലിയേഷൻ. ഈ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തതിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇസ്രായേൽ റീറ്റാലിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചടി ഭയങ്കര ഭയാനകമായിരിക്കും എന്നൊക്കെയാണ് ഇറാൻ ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഇറാന്റെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാലോ, ഇബ്രാഹിം റൈസിയാണ്. ഇറാന്റെ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസി. പിന്നെ താഴോട്ട് BJP മാനിഫെസ്റ്റോ ഡ്രോപ്സ് NRC സേസ് വിൽ ഇംപ്ലിമെന്റ് CAA. ഇത് രണ്ടും എന്താണെന്ന് അറിയായിരിക്കും. CAA ഞാൻ പറഞ്ഞു കഴിഞ്ഞ തുടക്കത്തിൽ, അതുകൊണ്ട് ഇനി അത് പറയുന്നില്ല. NRC എന്താണെന്ന് അറിഞ്ഞിരിക്കുക, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് വാസ് ഓൾസോ എ പ്രോമിസ് ഓഫ് BJP ഡ്യൂറിംഗ് 2019. National Registry of Citizens or സംഭവം is happening in one of the states in India under the direction of Supreme Court of India. സുപ്രീം കോർട്ടിന്റെ ഡയറക്ഷനിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ NRC സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആസാമിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അറിഞ്ഞൂടെ പഠിച്ചു വെച്ചേക്കണം. The first state in India to implement NRC is Assam. അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷനിലാണ്. വേറെ ഒന്നും അല്ല, എന്റെ ലക്ഷ്യം 1971 വാറിന് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകുന്നത് 1971 വാറിലാണ്. ആ 71 വാറിന് ശേഷം ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ബംഗ്ലാദേശികൾ അനധികൃതമാണ്, അവരെ പുറത്താക്കാനാണ്. 71 മുമ്പ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുക. അതാണ് NRC. അതും CAA എന്താണ്, 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന നോൺ മുസ്ലിംസ് ഫ്രം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് അവർക്കാണ് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. മറ്റതിൽ 1971 വാറിന് മുമ്പ് ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് മാത്രം മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ്, മറ്റു രാജ്യങ്ങൾ അറിയില്ല, അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും, മറ്റവർക്ക് കൊടുക്കില്ല. അതിന് ശേഷം വന്നവർക്ക്. അതാണ് NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. NRC ഇപ്പൊ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലേ ഉള്ളൂ, അത് ആസാമിലാണ്. കാര്യം ആസാമിലേക്കാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ പേജിൽ പ്രത്യേകിച്ച് ഒരു ന്യൂസും പറയാനില്ല, ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഗെയിൻ അവിടെയും ഒന്നും പറയാനില്ല, എഗെയിൻ ഫുള്ളി പൊളിറ്റിക്കൽ ന്യൂസുകൾ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ 2 എഡിറ്റോറിയൽസ് ഉണ്ട്. ആ എഡിറ്റോറിയൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഫസ്റ്റ് എഡിറ്റോറിയൽ എസ്പെഷ്യലി പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ ഒന്നും അല്ലാതാനും. 2 എഡിറ്റോറിയലും പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ അല്ല, ഫ്ലീറ്റിംഗ് റിലീഫ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. അതിന്റെ കണ്ടന്റ് ഏതാണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞു WPI ഇൻഫ്ലേഷൻ ഈസ് ഓഫ് നോട്ട് ദാറ്റ് മച്ച് കോൺസിക്വൻസ് ഫോർ കോമൺ മാൻ ഇൻ ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അറ്റ് ദ സെയിം ടൈം റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ അസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അത് 5% മാർക്കിൽ നിന്ന് താഴോട്ട് പോയി 4.85%ലേക്ക് കുറഞ്ഞു. അത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് എയിം ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് ടു കീപ് CPI അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ അറ്റ് 4%. സോ എനിത്തിങ് ഇൻ ബിറ്റ്വീൻ 4 and 5 ഈസ് വെൽ ആൻഡ് ഗുഡ്. അപ്പൊ അതുകൊണ്ട് 4.85% എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് ആണ്. അപ്പൊ പക്ഷേ സ്റ്റിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട്. ആ കൺസേൺ എന്ന് പറയുന്നത് ഈ ആ കൺസേൺ പറയുന്നതിന് മുമ്പായിട്ട് ഈ 4.85ലേക്ക് വന്നില്ലേ, 4ലാണ് വരേണ്ടത്. ദാറ്റ് ഈസ് ദ ഐഡിയൽ സിറ്റുവേഷൻ. ബട്ട് 4.85% ഇസ് ദ കറന്റ് റിയാലിറ്റി. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ പറഞ്ഞു ഇത് നമ്മളുടെ മൊത്തം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് ഫ്യൂവൽ ഇൻഫ്ലേഷൻ, ഇത് രണ്ടും ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യും. ഈ 4.85% നിൽക്കുന്ന ടോട്ടൽ ഇൻഫ്ലേഷൻ ഫുഡ് ആൻഡ് ഫ്യൂവൽ ഇൻഫ്ലേഷൻ. കാരണം ഫുഡ് ആൻഡ് ഫ്യൂവൽ ഇൻഫ്ലേഷൻ ബോത്ത് ആർ വെരി വോളറ്റൈൽ, സോ ഇറ്റ് വിൽ ഓൾവേസ് ഫ്ലക്ച്വേറ്റ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇൻഫ്ലേഷന്റെ റീഡിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് ഫ്യൂൽ ഇൻഫ്ലേഷൻ ഇതെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോർ ഇൻഫ്ലേഷൻ. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യക്ക് ഒരു പ്രോബ്ലം ഇല്ല. കോർ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് 1 year ആയിട്ട് എടുത്ത് നോക്കിയാൽ ഒരു പ്രോബ്ലം ഇല്ല. കോർ ഇൻഫ്ലേഷൻ ഈസ് എന്താണ് അണ്ടർ ദ ലിമിറ്റ് ആണ്. പക്ഷേ ഈ ഇൻഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ അണ്ടർ ദ ലിമിറ്റ്, ഈ 4% അതിൽ താഴെയൊക്കെയാണ്. അപ്പോഴും ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ CPI കയറിയേക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഫുഡ് ഇൻഫ്ലേഷൻ ആണ്. എന്താണ് ഫുഡ് ഇൻഫ്ലേഷൻ? അത് കഴിഞ്ഞ 24 months ആയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2 years ആയിട്ട് ദാറ്റ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. അതിൽ തന്നെ ചില സാധനങ്ങളുടെ വില, എസ്പെഷ്യലി വെജിറ്റബിൾസ്, സീരിയൽസ്, പൾസസ്, സ്പൈസസ്, ഇതിന്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ 2 digit കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലേഷൻ നിൽക്കുകയാണ്. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് എ വെരി ബിഗ് പ്രോബ്ലം ഫോർ ഓൾ ദി കൺട്രീസ്. എന്താ കാരണം? അവിടെ എല്ലാ രാജ്യങ്ങളിലും പാവപ്പെട്ടവരുണ്ട്. എസ്പെഷ്യലി ഇന്ത്യ ഈസ് ഹാവിംഗ് മോർ പുവർ പീപ്പിൾ. സോ ഇന്ത്യക്ക് എന്ന് വെച്ചാൽ ഈ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് കൺസേൺ ആണ്. അപ്പൊ ഈ ഫുഡ് ഇൻഫ്ലേഷൻ കുറച്ചുകൊണ്ട് വരുന്നതിനാണ് ഇനി RBI ശ്രമിക്കേണ്ടതെന്നും
ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. പ്രത്യേകിച്ച് നോർമൽ മൺസൂൺ ഇപ്പം കിട്ടുമെന്നൊക്കെ IMD ഇന്ത്യൻ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ ഫുഡ് ഇൻഫ്ലേഷൻ വീണ്ടും കൂടും അല്ലേ? അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. അപ്പൊ അതിനെ കുറിച്ച് ഇത് പറഞ്ഞു. പിന്നെ അതിൽ തന്നെ ഈ നമ്മളുടെ റൂറൽ ഇൻഫ്ലേഷനും അർബൻ ഇൻഫ്ലേഷനും പറഞ്ഞ് രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്മളുടെ പട്ടണ പ്രദേശങ്ങളിലുള്ള ഇൻഫ്ലേഷൻ ആയിരിക്കത്തില്ല ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പൊ ഗ്രാമപ്രദേശത്താണ് ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടുതൽ. ഗ്രാമപ്രദേശത്താണ് ആക്ച്വലി ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കേണ്ടത്. അവിടെയാണ് പൂർ പീപ്പിൾ കൂടുതലുള്ളത്. പക്ഷേ ഗ്രാമപ്രദേശത്ത് ഇൻഫ്ലേഷൻ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് RBI കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഈ ആദ്യത്തെ എഡിറ്റോറിയൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ബ്രീച്ച് ഓഫ് കൺവെൻഷൻ എന്ന് പറയുന്ന എഡിറ്റോറിയൽ, അതെന്താണ് നമുക്ക് നോക്കാം. ഈ ബ്രീച്ച് ഓഫ് കൺവെൻഷൻ എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ, ഈ വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്ന വിയന്ന കൺവെൻഷൻ തന്നെയാണ്. വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അനുസരിച്ച് കുറെ കാര്യങ്ങൾ പാലിക്കണം. ഇപ്പം നമ്മളുടെ രാജ്യത്ത് ഇപ്പം അമേരിക്കയുടെ എംബസി ഉണ്ട്, റഷ്യയുടെ എംബസി ഉണ്ട്, ഫ്രാൻസിന്റെ ഉണ്ട്, ബ്രിട്ടന്റെ ഉണ്ട്. ഇതൊക്കെ വലിയ രാജ്യങ്ങൾ, അത് വലിയ ഡെവലപ്ഡ് രാജ്യങ്ങൾ. നല്ല പാവപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എംബസീസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് എംബസീസ് ആർ ഇൻ അവർ നാഷണൽ ക്യാപിറ്റൽ ഡൽഹി. അപ്പൊ നമ്മൾ ഈ നാഷണൽ ക്യാപിറ്റൽ ഡൽഹിക്കകത്തുള്ള ഓരോ എംബസിയും അവരുടെ രാജ്യത്തിന്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മളിപ്പോ പാകിസ്ഥാന്റെ എംബസിയിൽ നമ്മളെ പട്ടാളമോ പോലീസോ കയറി അതിന്റെ അർത്ഥം പാകിസ്ഥാൻ രാജ്യത്തിന്റെ അകത്ത് കയറുന്ന പോലെയാണ്. മനസ്സിലായോ? അപ്പൊ പാകിസ്ഥാൻ രാജ്യത്തിന്റെ അകത്ത് നമ്മളെ പോലീസോ പട്ടാളോ കയറുമോ? ഇല്ല. കയറും ഒരു യുദ്ധത്തിന്റെ ആവശ്യമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്ക് ആകാൻ വേണ്ടി. നോർമൽ കേസിലെല്ലാം നമ്മൾ കയറത്തില്ല. അതേപോലുള്ള പ്രൊട്ടക്ഷൻ ആണ് നമ്മളുടെ രാജ്യത്തിന്റെ അകത്താണെങ്കിൽ പോലും ഈ പറഞ്ഞ എംബസീസിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിയന്ന കൺവെൻഷനിൽ എംബസീസിൽ ഒരു കാരണവശാലും മറ്റേ രാജ്യത്തിന്റെ പോലീസോ പട്ടാളോ കയറാൻ പാടില്ല. കാര്യം അവരുടെ സോവറിൻ മേഖലയാണ്. പക്ഷേ ഇക്വഡോറിന്റെ പരിപാടി ഇപ്പൊ ചെയ്തു. ഇക്വഡോർ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇക്വഡോർ എന്ന് പറഞ്ഞ കൺട്രി മെക്സിക്കോയുടെ എംബസി കയറി റെയ്ഡ് ചെയ്തു. മെക്സിക്കോയുടെ എംബസി കയറി റെയ്ഡ് ചെയ്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എഗൈൻസ്റ്റ് ദ വിയന്ന കൺവെൻഷൻ ആണ്. ചെയ്യാൻ കാര്യം എന്ത് കാര്യം ആയിക്കോട്ടെ ചെയ്യാൻ പാടില്ല. ചെയ്യാൻ കാര്യം വേറൊന്നും അല്ല. പഴയ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, പഴയ പ്രസിഡന്റ് ആണ്. പഴയ പ്രസിഡന്റ് റാഫേൽ കൊറിയ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ ഡെപ്യൂട്ടി ആയിരുന്ന ജോർജ് ഡേവിഡ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അയാൾക്ക് ഈ മെക്സിക്കൻ എംബസിയിൽ അവർ റെഫ്യൂജി ആയിട്ട് അഭയം കൊടുത്തു. കാര്യം എന്തിനാ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ അകത്ത് ഇക്വഡോറിന്റെ നല്ല ഒരു രാജ്യത്തിന്റെ പട്ടാളത്തിന് പോലീസിനും കയറാൻ പറ്റില്ല. അപ്പൊ അവര് കയറൂല എന്ന് കരുതിയിട്ടാണ് ഈ മെക്സിക്കോ ഇക്വഡോറിന്റെ പഴയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ഡേവിസ് ഗ്ലാസിന് അവിടെ അഭയം കൊടുത്തത്. പക്ഷേ ഇക്വഡോറിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡാനിയൽ നൊബോവ, ഇത് നിങ്ങൾ പഠിക്കണം. ഇക്വഡോറിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡാനിയൽ നൊബോവ, അയാള് അതിന്റെ അകത്ത് കയറി ഇയാളെ ഈ ഗ്ലാസിനെ പഴയ വൈസ് പ്രസിഡന്റിനെ പിടിക്കാൻ ഓർഡർ കൊടുത്തു. അത് ഒരു ഗ്ലോബൽ ഔട്ട്റേജിന് കാരണമായ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം മെക്സിക്കോക്കാർ അവരുടെ പൊളിറ്റിക്കൽ കൺസിഡറേഷന്റെ ബേസിലായിരിക്കും ഈ കറപ്റ്റ് ആയിട്ടുള്ള ഒരാളിന് അതിൻ്റെ അകത്ത് ആശ്രയം കൊടുത്തത്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ പഴയ പ്രസിഡന്റ് റാഫേൽ കൊറിയയ്ക്ക് ബെൽജിയം അഭയം കൊടുത്തേക്ക്. അപ്പൊ ബെൽജിയത്തിലെ അയാള്. അപ്പൊ എന്തായാലും ഈ ഡാനിയൽ നൊബോവ എന്ന് പറഞ്ഞ ആൾ, ഈ ഇക്വഡോറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇക്വഡോറിൽ ഭയങ്കര ഗ്യാങ് വയലൻസ് ആണ്. അവിടെ ആകെപ്പാടെ 1 കോടി ജനങ്ങളെ കണ്ടേ ഉള്ളൂ. പക്ഷെ ആ 1 കോടി ജനങ്ങളുടെ കൂട്ടത്തിൽ ഈസ്റ്ററിന് മാത്രം വയലൻസിൽ 100 പേര് മരിച്ചു. നമ്മൾ അമേരിക്കയിലൊക്കെ പോലെ ഗണ്ണും കൊണ്ടുവരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധം തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഗ്യാങ് വയലൻസിന്റെ ഒക്കെ സ്ഥലമാണ്. അപ്പൊ ഈ ഗ്യാങ് വയലൻസ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാണ് ഇയാൾ അധികാരത്തിൽ കയറുന്നത്, ഡാനിയൽ നൊബോവ ഇപ്പോഴത്തെ പ്രസിഡന്റ്. പക്ഷെ അയാൾക്ക് അതിനിതൊരിക്കലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ കഴിയാത്ത സ്ഥിതിക്ക് അയാളുടെ ജനങ്ങൾ അയാൾക്കെതിരെ ആയി തുടങ്ങി. അപ്പം പതുക്കെ അയാൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേറെ ചില കളികൾ കളിക്കേണ്ടി വരും. അപ്പൊ ഈ കറപ്ഷൻ അഗേൻസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഇന്റർനാഷണൽ നോംസിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇതെന്നാ അറിഞ്ഞൂടാത്തവരല്ലല്ലോ രാജ്യത്തെ ഭരണാധികാരികൾ. അപ്പൊ അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു വലിയ ന്യൂസായി ക്രിയേറ്റഡ് ആയി അതിലേക്ക് പോകും ആൾക്കാരുടെ അറ്റൻഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ രാജ്യത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ മുകളിലുള്ള അറ്റൻഷൻ കുറയും. അതൊക്കെയാണ് എന്റെ ബാക്കിലുള്ള പൊളിറ്റിക്സ്. പക്ഷെ സ്റ്റിൽ നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക, അത് വായിച്ചു നോക്കുക. പിന്നെ fertility levels drop below 1 in many Asian nations. ഇന്ത്യയിലെ TFR എന്ന് പറയും. TFR എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അതാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് ഉദ്ദേശിച്ചത്. ഫെർട്ടിലിറ്റി റേറ്റ് TFR ഇന്ത്യയിൽ 2.1 ആണ്. ഇപ്പം 2.1 ആണ് കറക്റ്റ് ആവേണ്ടത്. അതിനാണ് റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് 2.1. അതായത് ഇപ്പം ആൾക്കാർ ജനിക്കുന്നതനുസരിച്ച് ആൾക്കാർ മരിക്കുകയും ചെയ്യും. അപ്പം മരിക്കുന്നതിനനുസരിച്ച് ജനനം കറക്റ്റ് ആയിട്ട് നടന്ന 2.1 ആയിരിക്കും. അപ്പൊ പോപ്പുലേഷൻ സ്റ്റെബിലൈസ് ആവും. ഇനി പോപ്പുലേഷൻ കുറയണമെന്നുണ്ടെങ്കിൽ 2.1 നിന്ന് കുറച്ചുകൊണ്ട് വരണം വീണ്ടും TFR. ഒരു സമയത്ത് ഇന്ത്യയുടെ TFR 4 ഒക്കെ ആയിരുന്നു. അതാണ് നമ്മളിപ്പം 140 കോടിയിൽ നിൽക്കാൻ കാരണം. അത് കുറഞ്ഞിപ്പോൾ 2.1 എത്തി. അതുകൊണ്ട് ഇനി പോപ്പുലേഷൻ സ്റ്റെബിലൈസ് ആവും. ഇനി പോപ്പുലേഷൻ കുറയും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ 2.1 താഴെ പോവും നമ്മളുടെ TFR. ജപ്പാൻ പോലുള്ള ചില രാജ്യങ്ങളിൽ TFR 1 താഴെയാണ്.
അപ്പൊ അവിടെയൊക്കെ പോപ്പുലേഷൻ ഡിക്രീസ്, അതിന്റെ വലിയ പ്രോബ്ലംസ് ഉണ്ട്. അവിടെ ആൾക്കാർ ഏജ്ഡ് പോപ്പുലേഷൻ ആയി മാറും, അവർക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇല്ലാതാവും, അവിടുത്തെ വർക്ക് ഫോഴ്സ് കുറയും. യൂത്ത് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലല്ലേ വർക്ക് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കൊന്നും കൊച്ചുങ്ങൾ വേണ്ട. സൗത്ത് കൊറിയയിലൊക്കെ ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പം അത് പല ഏഷ്യൻ നേഷനിലും ബിലോ 1 മാറിയെന്നാണ് TFR. പിന്നെ ഫിക്സിംഗ് ഇന്ത്യസ് VVPAT ബേസ്ഡ് ഓഡിറ്റ് ഓഫ് EVMs, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പലതവണ പറഞ്ഞതാണ്. VVPATയും അതുപോലെ EVM ഒക്കെ. VVPAT എന്താണ്? വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. നിങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കാണും, നിങ്ങൾ ചെയ്യുന്ന വോട്ടിന്റെ പ്രിന്റ് ഔട്ട് വരുന്ന മെഷീനാണത്. ഓക്കെ, പിന്നെ ഇത് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഏതാണ്? ഈ പേജ് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, അവിടെ ഒന്നും പറയാനില്ല. അതിൻ്റെ അടുത്ത പേജില് പൊളിറ്റിക്കൽ ന്യൂസും ഉണ്ട്, അല്ലാത്ത ന്യൂസും ഉണ്ട്. അതിൽ അല്ലാത്ത ന്യൂസ് എന്ന് പറയാൻ ഇന്ത്യ സീരിയസ്ലി കൺസേൺഡ് ഓവർ ഇറാൻ ഇസ്രായേൽ ഹോസ്റ്റിലിറ്റീസ് എന്നൊരു ന്യൂസ് കാണാം. അതെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം ഉണ്ടായി ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി. കാരണം ഇന്ത്യ ആ ഒരു റീജിയൻ അല്ല. ഇപ്പം അവരൊരു മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചാൽ അത് ഇന്ത്യയുടെ മുകളിൽ വന്ന് വീഴാനുള്ള യാതൊരു സാധ്യതയില്ല. അതല്ല നമ്മളെ കൺസേൺ. നമ്മളെ കൺസേൺ എന്താണ്? ഓയിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിനെക്കാൾ ഇമ്പോർട്ട് കൂടുതലുള്ള രാജ്യമാണെന്ന് പറഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓയിലിന്റെ ആണ്. അപ്പൊ ആ ഓയിലിന്റെ പ്രൈസ് കൂടിയാൽ, ഓയിൽ മൂലമുള്ള ഇൻഫ്ലേഷൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യയിൽ നെഗറ്റീവ് ടെറിട്ടറിയിലാണ്. ഇന്ത്യയിൽ ഓയിൽ മൂലമുള്ള ഇൻഫ്ലേഷൻ ഇപ്പൊ ഇല്ല. അതിന് കാരണം പെട്രോളിയത്തിന്റെ വാല്യൂ സ്റ്റെബിലൈസ് ചെയ്താണ് കഴിഞ്ഞ കുറെ കാലമായിട്ട്. അതാണ് നമ്മളുടെ ഇൻഫ്ലേഷൻ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കുന്നത്. അപ്പം ഓയിലിന്റെ പ്രൈസ് കൂടിയുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മളുടെ ഈ കോർ ഇൻഫ്ലേഷൻ ടോട്ടൽ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് വീണ്ടും കൂടും. അപ്പൊ അത് നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനോ അല്ലെങ്കിൽ പട്ടിണിക്കോ ഒക്കെ അത് കാരണമാവാം. രണ്ടാമത് ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപാട് പേര് പിന്നീട് വെസ്റ്റ് ഏഷ്യൻ കൺട്രികളെല്ലാം ജോലി ചെയ്യുന്ന, ഞാൻ പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഏതാണ്ട് 90 ലക്ഷത്തോളം ജനങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ജനങ്ങളെല്ലാം തിരിച്ചിങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം യുദ്ധം മൂലം പണ്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഇറാൻ അല്ലെങ്കിൽ ഇറാഖ് കുവൈറ്റ് വാറിന്റെ ഒക്കെ സമയത്ത് ഇവരെല്ലാവരും തിരിച്ച് നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ഇതിന്റെ പ്രോബ്ലം. പിന്നെ അനദർ ഇന്ത്യൻ മിലിറ്ററി ടീം ഹാസ് ലെഫ്റ്റ് മാൽദീവ്സ് സേസ് മൊയ്സു എന്ന് പറഞ്ഞ ന്യൂസ്. മൊയ്സു ആരെന്നൊക്കെ അറിയാം. മുഹമ്മദ് മൊയ്സു മാൽദീവ്സിന്റെ പ്രസിഡന്റ്. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്ത്യയുടെ പട്ടാളത്തിന് അവിടെ നിന്ന് പിൻവലിക്കുക എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ബാച്ച് ഓഫ് അങ്ങനെ അവർ ആഗ്രഹിച്ചാൽ നമ്മൾ മാറ്റിക്കൊടുത്തേ പറ്റുള്ളൂ. ഏത് രാജ്യത്ത് അതൊരു സോവറിൻ കൺട്രിയാണ്, അതുകൊണ്ട് എത്ര ചെറിയ രാജ്യമാണെങ്കിൽ. അപ്പൊ നമ്മളെ ഫസ്റ്റ് ബാച്ച് ഓഫ് പട്ടാളക്കാർ അവിടെ നിന്ന് പോകുന്നത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ന്യൂസ് വായിച്ചു. സെക്കൻഡ് ബാച്ച് തിരിച്ചു വന്നാ പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ താഴോട്ട് വരുമ്പോ പ്രോബ് ഓർഡേഡ് ഇൻ ടു ഫോറിനേഴ്സ് റിസീവിംഗ് ഓർഗൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് ഫോറിനേഴ്സ് ഓർഗൻസ് റിസീവ് ചെയ്യുന്നു. അതിന് സ്വാഭാവികമായിട്ടും പ്രോബ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യ പാവപ്പെട്ട ഒരു രാജ്യം, പാവപ്പെട്ട അല്ല എന്നാലും അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ ഉള്ള രാജ്യം ആയതുകൊണ്ട് ചിലപ്പോ ഈ കാശിന് വേണ്ടിയിട്ട് ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കുകളൊക്കെയാണ് അവർ വേണമെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യും നമ്മളെ സാധാരണ ജനതയൊക്കെ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നോക്കുന്നത് നൊട്ടോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ്. NOTTO. നൊട്ടോ എന്ന് പറഞ്ഞാല് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അറിഞ്ഞിരിക്കുക. പിന്നെ വേൾഡ് പേജില് സൽമാൻ റുഷ്ദി നൈഫ് എന്ന് പറയുന്ന ഒരു ആത്മകഥ ഇറക്കാൻ പോണു. നൈഫ്. സൽമാൻ റുഷ്ദി ആരെന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട്, ഇന്ത്യൻ ഒറിജിൻ ആണ് പുള്ളി, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ബുക്കർ പ്രൈസ് കിട്ടിയ ആളാണ് സൽമാൻ റുഷ്ദി. ബുക്കർ പ്രൈസ് കിട്ടിയ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന ബുക്കിനാണ് അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് കിട്ടിയത്. നൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ കണ്ണിലാണ് ഇത് കൊണ്ടത്, ഒരു സ്റ്റാബിങ് നടന്നിരുന്നു. അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു അക്രമി പുള്ളിയെ കില്ല് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ളൊരു ന്യൂസാണ്. അതുപോലെ സരജ്ജിത് സിംഗ് കില്ലർ, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവേണ്ടതാണ്. സരജ്ജിത് സിംഗ് കില്ലർ ഷോട്ട് ഡെഡ് ബൈ ഗൺമൻ ഇൻ പാകിസ്ഥാൻസ് ലാഹോർ. ഈ സരബ്ജിത്ത് എന്ന് പറഞ്ഞ സിംഗ് എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ്. പാകിസ്ഥാൻ ജയിലിൽ കിടന്ന ആളാണ്. അവിടെ വെച്ച് ഈ ജയിലിൽ വെച്ച് ഈ സരജ്ജിത് സിംഗിനെ മോചിപ്പിക്കാനുള്ള തീരുമാനമായപ്പോൾ അതിനു മുമ്പ് എന്നെ കൊന്നു കളഞ്ഞു ജയിലിൽ വെച്ച് തീവ്രവാദികൾ. ആ തീവ്രവാദിയെ ഇന്നലെ ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഗൺമാൻ ലാഹോറിൽ വെച്ച് കില്ല് ചെയ്യുന്നതാണ്. അത് മിക്കവാറും ഇന്ത്യയുടെ റോ ആയിരിക്കും എന്റെ ബാക്കിൽ. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. പിന്നെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ചൈന വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയും കാണാം. ജർമ്മനിയുടെ ചാൻസലർ ആണ് ഒലാഫ് ഷോൾസ്. പിന്നെ വേറെ ഒന്നുമില്ല. ഗൊലാൻ ഹൈറ്റ്സ് എന്ന ഇവിടെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഗൊലാൻ ഹൈറ്റ്സ്
പണ്ട് സിറിയയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശമാണ്. ഇസ്രായേലിന്റെ കയ്യിലാണ് ആ പ്രദേശം ഇരിക്കുന്ന ഗൊലാൻ ഹൈറ്റ്സ്. പിന്നെ IPL നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ എന്നത്തെ പോലെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിനെ കുറിച്ച് അതും ഞാൻ പറഞ്ഞാണ്. എന്നത്തെ പോലെ നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, വേറൊന്നും ഇവിടെ പറയാനില്ല. പിന്നെ ഞാൻ പറഞ്ഞു വേൾഡിന്റെ നമ്പർ 1 പ്ലെയർ ഇൻ ഗോൾഫ് സ്കോട്ടി ഷെഫ്ലർ, അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെയും ഇന്നലത്തെയും ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് നോട്ട് എഴുതി എടുക്കുക. താങ്ക് യു.